നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ട്രെയിനുകൾ തടഞ്ഞ കേസിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. കണ്ണൂരിൽ കേസെടുത്തത് 960 പേർക്കെതിരെ. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയുടെ ഒരു ഭാഗം തകർന്നു. തകർന്ന ഭാഗം കയർ കെട്ടി നിർത്തിയ നിലയിൽ. ചരിത്ര സ്മാരകമായ കണ്ണൂർ കോട്ടയോട് അവഗണന. തലശ്ശേരി IS തീവ്രവാദ കേസിൽ അറസ്റ്റിലായ അറബി ഹംസയ്ക്ക് 6 മണിക്കൂർ പരോൾ. പരോൾ അനുവദിച്ചത് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. കൃഷിഭൂമി ഉൾപ്പെടെ നശിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ജനുവരി 8, 9 തീയതികളിൽ പ്രതിഷേധ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച 48 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ട്രെയിനുകൾ തടഞ്ഞ കേസിൽ ഉൾപ്പെട്ട നേതാക്കളടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. റെയിൽവേ സുരക്ഷാ സേനയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ ട്രെയിനുകൾ തടഞ്ഞ കേസിൽ 960 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജനുവരി 8, 9 തീയതികളിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച 48 മണിക്കൂർ പണിമുടക്കിൽ സംസ്ഥാനത്ത് 2 ദിവസങ്ങളിലും വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടഞ്ഞിരുന്നു. അനുവാദമില്ലാതെ റെയിൽവേ പരിസരത്ത് കയറൽ, നിയമാനുസൃതമുള്ള റെയിൽവേ ജോലി തടസ്സപ്പെടുത്തൽ, വണ്ടി തടയൽ, യാത്ര തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. ട്രെയിൻ തടഞ്ഞവർക്കെതിരെ 3 വർഷം തടവ് ഉൾപ്പെടെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് റെയിൽവേ സംരക്ഷണ സേന കേസെടുത്തിട്ടുള്ളതും. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിലായി 49 ട്രെയിനുകളാണ് 2 ദിവസമായി തടഞ്ഞത്. കണ്ണൂർ ജില്ലയിൽ 4 സ്റ്റേഷനുകളിലാണ് തീവണ്ടികൾ തടഞ്ഞത്. തലശ്ശേരി സ്റ്റേഷനിൽ മാംഗ്ലൂരു കോഴിക്കോട് പാസഞ്ചറും കണ്ണൂരിൽ ചെന്നൈ മാംഗ്ലൂരു മെയിലും തടഞ്ഞു. കണ്ണപുരത്ത് മാംഗ്ലൂരു എഗ്മോറും പയ്യന്നൂരിൽ തിരുവനന്തപുരം മാംഗ്ലൂരു മലബാർ എക്സ്പ്രസുമാണ് തടഞ്ഞത്. കണ്ണൂരിൽ തീവണ്ടി എഞ്ചിനു മുകളിൽ കയറിയുള്ള പ്രസംഗവും വിവാദമാകുന്നുണ്ട്. കണ്ണൂരിൽ ട്രെയിൻ തടഞ്ഞ സംഭവത്തിൽ 960 പേർക്കെതിരെയാണ് RPF കേസെടുത്തിട്ടുള്ളത്. MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. കേസെടുത്തവർക്ക് സമൻസ് അയക്കും. സമൻസ് കൈപ്പറ്റുന്നവർ കോഴിക്കോടുള്ള റെയിൽവേ കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുകയും പിഴ അടയ്ക്കുകയും ചെയ്യണം. C. കൃഷ്ണൻ MLA ഉൾപ്പെടെ INTUC, CITU, AITUC, STU ദേശീയ സംസ്ഥാന നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സീൽ ന്യൂസ്, കണ്ണൂർ. കാലപ്പഴക്കം കാരണം സെന്റ് ആഞ്ചലോ കോട്ടയുടെ മതിലിന്റെ ഒരു ഭാഗം ഇടിയുന്നു. കോട്ടയുടെ കിഴക്കുഭാഗത്തെ കൂറ്റൻ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. മഴക്കാലം ആരംഭിക്കും മുമ്പ് ഈ ഭാഗത്ത് മതിലിന് വിണ്ടുകീറലുണ്ടായിരുന്നു. മഴ കഴിഞ്ഞതോടെ ചെറിയ വിള്ളലുണ്ടായ മതിൽ പതിയെ ഇടിയുകയായിരുന്നു. മറ്റു ഭാഗം ഇടിയാതിരിക്കാൻ കയർകൊണ്ട് മതിലിന്റെ മുകൾ ഭാഗം കെട്ടിയിട്ടിരിക്കുകയാണ്. കടുത്ത അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇടിഞ്ഞ മതിലിന് താഴെയുള്ള റോഡിലൂടെയാണ് ആളുകൾ മത്സ്യഫെഡ് ഓഫീസിലേക്ക് പോകുന്നത്. അപകടാവസ്ഥയിലുള്ള മതിലിന്റെ മറ്റു ഭാഗങ്ങളും തകർച്ചാ ഭീഷണിയിലാണ്. ഏതു സമയവും വീഴാവുന്ന നിലയിലാണ് മതിലുള്ളതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കോട്ടയുടെ ഉള്ളിൽ ഈ ഭാഗത്തെത്തുന്നവർ താഴെ വീഴാനും സാധ്യതകളേറെയാണ്. കല്ലിനൊപ്പം മണ്ണും കുമ്മായവും ചേർത്ത് കെട്ടിപ്പടുത്ത മതിലിന് വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. മതിലിന്റെ തകർച്ച കോട്ടയുടെ സുരക്ഷയെ തന്നെ ബാധിക്കും. 1505 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കണ്ണൂർ കോട്ടയുടെ സംരക്ഷണം നിലവിൽ പുരാവസ്തു വകുപ്പും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കോട്ടയുടെ മതിലിന്റെ അപകടാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആവശ്യം. സീൽ ന്യൂസ്, കണ്ണൂർ. തലശ്ശേരി IS തീവ്രവാദ കേസിൽ INA പിടികൂടി ജയിലിലടച്ച തലശ്ശേരിയിലെ അറബി ഹംസ എന്ന ബിരിയാണി ഹംസയ്ക്ക് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ കൊച്ചി കോടതി 6 മണിക്കൂർ പരോൾ അനുവദിച്ചു. ഇതേ തുടർന്ന് കാക്കനാട് ജയിലധികൃതർ കനത്ത സുരക്ഷയിൽ ഹംസയെ തലശ്ശേരി ചിറക്കര സീതി സാഹിബ് റോഡിലെ കുഴിപ്പങ്ങാടിനടുത്ത വീട്ടിലെത്തിച്ചു. ബുധനാഴ്ച രാത്രി തലശ്ശേരിയിലെത്തിച്ച പ്രതിയെ സബ് ജയിലിൽ പാർപ്പിച്ച ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെയാണ് പരോൾ സമയം. അസുഖബാധിതനായ ഭാര്യ പിതാവിനെ കാണാൻ കഴിഞ്ഞ മാസവും ഹംസയ്ക്ക് കോടതി 3 മണിക്കൂർ നേരം പരോൾ അനുവദിച്ചിരുന്നു. IS കേന്ദ്രമായ സിറിയയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മുഖ്യ സൂത്രധാരനെന്ന് തെളിവ് ലഭിച്ചതിനാൽ 2017 ഹംസ ഉൾപ്പെടെ 6ഓളം പേരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ NIA അറസ്റ്റ് ചെയ്തിരുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ.
സദാചാര ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിലുള്ള സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് തളിപ്പറമ്പ് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പെൺകുട്ടിയുടെ പരാതിയിൽ ആഷിഖിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. പരിയാരം നെല്ലിപ്പറമ്പിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയ ആഷിഖ് സുഹൃത്തായ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് കാറിലെത്തിയ സദാചാര ഗുണ്ടകൾ ആക്രമിച്ചത്. KL 59J 8786 വെള്ള സ്വിഫ്റ്റ് കാറിലെത്തിയ 4-അംഗ സംഘം ബലം പ്രയോഗിച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അടിവയറ്റിൽ ചവിട്ടുകയായിരുന്നു. പെൺകുട്ടിയുടെ ബന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഷിഖിനെ ക്രൂരമായി ആക്രമിച്ചത്. അടിവയറ്റിനേറ്റ ആക്രമണത്തിൽ കുടൽമാല തകരുകയും കരളിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. മംഗളൂരു ഏനപ്പോയ ആശുപത്രിയിൽ കഴിയുന്ന ആഷിഖിനെ നിരവധി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. സംഭവം പുറത്തറിഞ്ഞതോടെ ഒളിവിൽ പോയ പ്രതികളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചാണ് ഇവർ ബംഗളൂരിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഇവരെ പിടികൂടാൻ പോലീസ് ബംഗളൂരിലെത്തിയെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടു. പ്രതികളെ ഉടൻ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. അതേസമയം ആഷിഖിനെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് കേസ്. ഡിസംബർ 22-ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തിയ ആഷിഖ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതായാണ് പരാതി. ചൈൽഡ് ലൈൻ അധികൃതർക്കാണ് പെൺകുട്ടി പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് ആഷിഖിനെതിരെ കേസെടുത്തത്. സീൽ ന്യൂസ്, തളിപ്രമ്പ. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രദേശത്തെ കൃഷിഭൂമി ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി നശിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. മാട്ടൂൽ പഞ്ചായത്തിലെ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ളം കയറൽ ഭീഷണിയിലാണ്. കൃഷിഭൂമിയിലും കിണറുകളിലും ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ഉപ്പുവെള്ളം കയറി തെങ്ങുകളും വ്യാപകമായി നശിച്ചു. നെൽകൃഷിയുണ്ടായിരുന്ന വയലുകളിലെല്ലാം ഉപ്പുവെള്ളം കയറിയിരിക്കുകയാണ്. പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടാത്തത് കാരണം വൻതോതിലുള്ള കരയിടിച്ചിലാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഉപ്പുവെള്ളം വ്യാപകമായി കയറാൻ കാരണം. തെക്കുംപാട് തായ്ക്കാവ് കുലോം പ്രദേശത്താണ് തെങ്ങുകൾ നശിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട തെക്കുംപാട് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അധികൃതർ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും നടപ്പിലാക്കാത്തത് കാരണം ഉപ്പുവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടി ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നാണ് തെക്കുംപാട് നിവാസികളുടെ ആവശ്യം. സീൽ ന്യൂസ്, ചെറുകുന്ന്. കരുവഞ്ചാൽ വെള്ളാട് റോഡിൽ ആശുപത്രിക്ക് സമീപം ശ്മശാനം നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി. ജനവാസ പ്രദേശത്ത് ശ്മശാനം നിർമ്മിക്കുവാനുള്ള നടപടിയിൽ നിന്ന് ആശുപത്രി അധികൃതർ പിന്മാറണമെന്നാണ് ഇവരുടെ ആവശ്യം. കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള ശാന്തി ഭവന് സമീപത്താണ് ശ്മശാന നിർമ്മാണം പുരോഗമിക്കുന്നത്. 50 മീറ്റർ ചുറ്റളവിൽ ജനവാസമില്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ 25 മീറ്റർ അകലത്തിൽ പോലും വീടുകളും കിണറുകളും ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ജനവാസ മേഖലയിൽ തന്നെ ഇത് നിർമ്മിക്കുവാൻ പാടില്ല. കുറച്ചുകൂടെ മാറ്റി ഒരു സൗകര്യപ്രദമായ സ്ഥലത്ത് ഈ ശ്മശാനം നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ അധികാരികളുടെ മുമ്പിൽ വെച്ചിരുന്നത്. കാരണം ഇത് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കരുവഞ്ചാൽ ടൗണിനോട് അടുത്തുള്ള ഒരു പ്രദേശമാണ്. സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് തൊട്ട് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ ഈ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ ഈ ജനവാസ മേഖലയിൽ തന്നെ ഇങ്ങനെ ഒരു ശ്മശാനം നിർമ്മിക്കുവാൻ വേണ്ടി, അതും പൊതു ശ്മശാനമല്ലാത്തൊരു സ്വകാര്യ ശ്മശാനം നിർമ്മിക്കാൻ വേണ്ടി തുനിയുന്നത് വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ്. നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും തീരുമാനമായില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്റ്റേ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രി അധികൃതർ പൂർണ്ണമായും പിന്തിരിയണമെന്നാണ് ഇവരുടെ ആവശ്യം. ശാന്തി ഭവന് സമീപത്തുള്ള 14ഓളം ഏക്കർ ഭൂമിയിൽ ജനവാസമില്ലാത്ത ഭാഗത്തേക്ക് ശ്മശാനം മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ലക്ഷങ്ങൾ മുടക്കി സ്വന്തമാക്കിയ വീടും സ്ഥലവും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്നവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണ്. നിയമപരമായ എല്ലാ പിന്തുണയും തങ്ങൾക്കുണ്ടെന്നും ശ്മശാന നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. പയ്യന്നൂരിൽ കടകളിൽ റെയ്ഡ്. നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വ്യാപാരിയായ കല്ലിടിയിൽ മുരളി, അന്നൂർ കാറമേൽ പുതിയങ്കാവ് റോഡിൽ വ്യാപാരിയായ KP മുഹമ്മദ് കുഞ്ഞി എന്നിവരെയാണ് പയ്യന്നൂർ SI KP ഷൈന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മുരളിയുടെ കടയിൽ നിന്നും 50ഓളം പാക്കറ്റ് നിരോധിത പാൻ ഉൽപ്പന്നങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. മുഹമ്മദ് കുഞ്ഞിയുടെ കടയിൽ നിന്ന് 12 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് നേരത്തെ നിരവധി തവണ മുഹമ്മദ് കുഞ്ഞി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് കടകളിൽ റെയ്ഡിനെത്തിയത്.
പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും വീണ്ടും വ്യാപകമായി നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തകൃതിയായിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെയും മറ്റും ലക്ഷ്യമിട്ടാണ് പാൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. നഗരസഭ മാറി കോർപ്പറേഷനായാൽ തേനും പാലും ഒഴുകുമെന്നായിരുന്നു പലരും കരുതിയത്. എന്നാൽ ചില കാര്യങ്ങളിൽ ഇന്നും പഴയ കണ്ണൂർ തന്നെ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള വഴിയാണിത്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി എന്നല്ല, മുള്ള്, മുരട്, മൂർക്കൻ പാമ്പ് വരെ വരാം. അത്രയ്ക്കുണ്ട് മാലിന്യക്കൂമ്പാരം. പ്ലാസ്റ്റിക് കെട്ടുകൾ തുടങ്ങി അറവവശിഷ്ടങ്ങൾ വരെ. സർവകലാശാലയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ജീവനക്കാർ തുടങ്ങി സാധാരണക്കാർ വരെ മൂക്കുപൊത്തി വേഗത്തിൽ നടക്കും. നേരെ മാത്രം നോക്കി വേഗത്തിൽ സഞ്ചാരം. അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ട് ദുർഗന്ധം സഹിച്ച് ബോധം പോയാലോ? വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലെത്തിയാൽ ഓർക്കും നഗരസഭയിൽ നിന്നും കോർപ്പറേഷൻ എന്ന മധുരമനോജ്ഞ സങ്കല്പത്തിലേക്കുള്ള യഥാർത്ഥ ദൂരത്തെക്കുറിച്ച്. സീൽ ന്യൂസ്, കണ്ണൂർ. ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി മാടായിപ്പാറയിൽ 2 മാസക്കാലമായി കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ ജില്ലികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറിയുമായ KP ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് ജീവികളെ അതിന്റെ ആവാസ വ്യവസ്ഥയോടൊപ്പം കുഴിച്ചുമൂടിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് മലബാർ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. 25 വർഷത്തെ സമരവും നിതാന്ത ജാഗ്രതയും കൊണ്ട് സംരക്ഷിച്ചു വന്ന മാടായിപ്പാറയിലെ ഇപ്പോഴത്തെ ദുരന്തം നീതീകരിക്കാനാവാത്തതാണെന്ന് KP ചന്ദ്രാംഗതൻ പറഞ്ഞു. മാടായിപ്പാറയെ തകർക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല. മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യം തകർക്കപ്പെടാൻ സമ്മതിക്കുകയില്ല. ഈ ഭക്തജനങ്ങളുടെ വഴിയാണ്. അത് മാത്രമാണ് ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഭക്തജനങ്ങൾ മാടായിക്കാവിലേക്കും വടുകുന്നേലേക്കും, ഈ ഭാഗത്തു നിന്ന് വടുകുന്നേലേക്കും, ഈ ഭാഗത്തു നിന്ന് മാടായിക്കാവിലേക്കും പോകുന്ന വഴിയാണിത്. ആ വഴിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ് നശിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർ സമരങ്ങൾക്ക് പരിസ്ഥിതി സമിതി രൂപരേഖയുണ്ടാക്കി. ഭാസ്കരൻ വെള്ളൂർ, U രാഘവൻ, IV രവി, P രാഘവൻ, ബാബുരാജ്, ബൈജു കീഴറ, PV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. ആചാരലംഘനത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ ശബരിമല കർമ്മസമിതി നേതൃത്വത്തിൽ തളിപ്പറമ്പ് തൃച്ചംബരം വിവേകാനന്ദ മന്ദിര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. RSS വിഭാഗ് കാര്യകാര്യ സദസ്യൻ P സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ പിരിച്ചുവിട്ട ഒരു സാഹചര്യത്തെ പോലും ചിന്തിപ്പിക്കുന്ന വിധം ഈ കേരളത്തിലും കേരളത്തിന് പുറത്ത് ഭാരതത്തിലും അതിനപ്പുറവും ഒരുപക്ഷെ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടത് ആരാണ്? നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അവരുടെ രാഷ്ട്രവിരുദ്ധമായ, ദേശവിരുദ്ധമായ, ഹിന്ദുവിരുദ്ധമായ, ആചാരവിരുദ്ധമായ എല്ലാ സമീപനങ്ങളും പ്രവർത്തനങ്ങളും നാളിതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി ജില്ലാ ട്രഷറർ KT വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വിജയൻ വട്ടിപ്പുറം, AP ഗംഗാധരൻ, APK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സംസ്ഥാനത്ത് BJPയും CPM നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. ധർമ്മശാലയിൽ നടന്ന പരിപാടി മുൻ MLA AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ നിരീശ്വരവാദമാണ് കേരളത്തിലെ പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഈ നയം തിരുത്തണം, ഈ നയം ഉപേക്ഷിക്കണം. ഇത് ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നതല്ല. ഇത് CPM മനസ്സിലാക്കണം എന്നുള്ളതാണ് ശബരിമല വിഷയത്തിൽ നാം നടത്തേണ്ട ഒരു ചർച്ച. ഒരു സംവാദം 9 മണി ചാനൽ ചർച്ച അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷേ ആ ചർച്ച അങ്ങനെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് വേറെ പല വിധത്തിലാണ്. PM പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. T ജനാർദ്ദനൻ, ET രാജീവൻ, P ആനന്ദ് കുമാർ,
രജനി രാമാനന്ദ്, രാഹുൽ ദാമോദരൻ, ടി സരസ്വതി, KP ആദംകുട്ടി, MN പൂമംഗലം, വത്സൻ കടമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കാൻ പഴയങ്ങാടി റിവ്യൂ പാർക്ക് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഒരിടവേളയ്ക്കു ശേഷമാണ് പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത്. 90 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പദ്ധതി ഉടൻ തുറന്നുകൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ. ഏഴോം പഞ്ചായത്തിലെ പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരത്തെ റിവ്യൂ പാർക്ക് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 2017 ഏപ്രിൽ മാസത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ പദ്ധതിയുടെ പ്രവൃത്തി ഒരിടവേളയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത്. പദ്ധതിക്ക് 90 ലക്ഷം രൂപയാണ് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. 500 മീറ്റർ നടപ്പാത, ബോട്ട് ജെട്ടി, കൈവരികൾ, ഇരിപ്പിടങ്ങൾ, പവലിയൻ, റൈൻ ഷെൽട്ടറുകൾ, കഫ്റ്റേരിയ, ശുചിമുറികൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ശുചിമുറിയും നടപ്പാതയിലെ ഇന്റർലോക്കും പൂർത്തിയായി കഴിഞ്ഞു. ഇരിപ്പിടത്തിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പദ്ധതി പൂർത്തിയായാൽ ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ പഴയങ്ങാടി റിവ്യൂ പാർക്കും ഇടം പിടിക്കും. കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. തളിപ്പറമ്പ് സബ് RTO ഓഫീസിന് കീഴിൽ നിലവിൽ വരുന്ന ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷന്റെയും കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ടെസ്റ്റ് സെന്ററിന്റെയും പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. കേരളത്തിൽ 7ാമതും ജില്ലയിൽ 2ാമത്തെയും ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ടെസ്റ്റ് സെന്ററുമാണ് തളിപ്പറമ്പിൽ സ്ഥാപിക്കുന്നത്. ഊരാളുങ്കൽ ടെക്നോളജി സൊല്യൂഷൻസിനാണ് നിർമ്മാണ ചുമതല. തളിപ്പറമ്പിൽ സ്ഥാപിക്കുന്ന ആധുനിക ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ടെസ്റ്റ് സെന്ററിനും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ തറക്കല്ലിട്ടത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉടമസ്ഥതയിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാടുള്ള 1.25 ഏക്കർ ഭൂമിയിലാണ് ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ടെസ്റ്റ് സെന്ററും സ്ഥാപിക്കുന്നത്. കാഞ്ഞിരങ്ങാട് ടെസ്റ്റിംഗ് സെന്റർ പൂർത്തിയാവുന്നതോടെ ലേണിംഗ് ടെസ്റ്റ്, ലൈസൻസ് നൽകൽ എന്നീ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും കാഞ്ഞിരങ്ങാട്ടേക്ക് മാറ്റും. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ ഉടൻ തന്നെ ലൈസൻസും നൽകും. കേരളത്തിൽ 7ാമതും ജില്ലയിൽ 2ാമത്തെയും ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷനും കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ടെസ്റ്റ് സെന്ററുമാണ് തളിപ്പറമ്പിൽ സ്ഥാപിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ മറ്റൊരിടത്തുമില്ലാത്ത ഇന്റർഗ്രേറ്റഡ് ടെക്നോളജിയിൽ ജർമ്മനിയിൽ നിന്നുള്ള അത്യാധുനിക മെഷീനുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണെന്ന് MVI JS ശ്രീകുമാർ പറഞ്ഞു. നമ്മുടെ തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് ഉള്ള ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ അതുപോലെ വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ രണ്ടിൻ്റെയും പണി വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഇത് വന്നത് നമ്മുടെ പ്രളയകാലത്ത് മഴ വന്നതാണ്. അല്ലാണ്ട് മഴ വന്ന കാലത്ത് പണിയൊന്നും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാതെ വന്നു. പക്ഷേ ഇപ്പോൾ പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പൂർത്തിയായി വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ്, കാറിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെയും ഡ്രൈവിംഗ് ടെസ്റ്റ്, അത് ക്യാമറകൾ തന്നെ മോണിറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ പൂർത്തിയാകാനുള്ളത് വെഹിക്കിൾ ടെസ്റ്റിംഗ് ആണ്. വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ, ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനാണ്. അതിൻ്റെ മെഷീനുകൾ ജർമ്മനിയിൽ നിന്ന് ഷിപ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ കംപ്ലീറ്റ് ചെയ്ത് രാജ്യത്തിന് സമർപ്പിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ ഒരു 11 kV ലൈനിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പൈസയൊക്കെ അടച്ച് അത് ഉടനെ മാറ്റിത്തരാമെന്ന് അധികൃതർ, ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉടനെ മാറ്റിത്തരാമെന്ന്. അതിൻ്റെ ഒരു ചെറിയൊരു താമസമാണ് അല്പം താമസം. ഈ മെഷീനറികൾ എത്തിച്ചേരുകയും ഈ ഷെഡ് പൂർത്തിയാക്കാനുള്ള സമയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 30 days മതിയാവും. മെഷീനറികൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലേശം വഹിക്കുന്നത്. ഊരാളുങ്കൽ ടെക്നോളജി സൊല്യൂഷൻസിനാണ് നിർമ്മാണ ചുമതല. 4 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന 11 kV ഇലക്ട്രിക് ലൈൻ മാറ്റുന്നതിന് 2 ലക്ഷം രൂപ KSEBിയിൽ അടച്ചു കഴിഞ്ഞു. അടുത്തു തന്നെ ഇത് മാറ്റുമെന്ന് KSEB അധികാരികൾ അറിയിച്ചിട്ടുണ്ടെന്നും ജർമ്മനിയിൽ നിന്നുള്ള മെഷീനുകൾ എത്തിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ആധുനിക രീതിയിലുള്ള ടെസ്റ്റിംഗ് സെന്റർ ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് അധികൃതർ കരുതുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തര കേരളത്തിലെ മികച്ച ഗായകനെയും ഗായികയെയും കണ്ടെത്തുന്നതിനായി മ്യൂസിക്കൽ റിയാലിറ്റി ഷോ വോയിസ് ഓഫ് മലബാർ ജനുവരി 13 നടക്കും. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
12-ന് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഇബ്രാഹിം വെങ്ങര, സുനിൽ കുന്നേരു, TV രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 13-ന് വൈകുന്നേരം നടക്കുന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോ വോയിസ് ഓഫ് മലബാർ 2019 കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 200ഓളം ഗായകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 6 പേർ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കും. നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വോയിസ് ഓഫ് മലബാർ 2019 എന്ന പ്രോഗ്രാം ജനുവരി 12-13 തീയതികളിലായി കീച്ചേരിയിൽ വെച്ച് നടക്കുകയാണ്. ജനുവരി 12-ന് സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ശ്രീ ഇബ്രാഹിം വെങ്ങര, സുനിൽ കുന്നരു എന്നിവർ പങ്കെടുക്കുന്ന സാംസ്കാരികോത്സവവും, തുടർന്ന് ജനുവരി 13-ന് വൈകുന്നേരം 6 മണിക്ക് വോയിസ് ഓഫ് മലബാർ 2019 എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. ഉത്തര കേരളത്തിലെ 200ഓളം യുവ ഗായകരിൽ നിന്ന് ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 6 യുവ ഗായകർ ഈ വോയിസ് ഓഫ് മലബാർ എന്ന പരിപാടിയിൽ അണിനിരക്കുകയാണ്. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിക്കും. TV രാജീവൻ, കെ പുഷ്പജൻ, സി നിഖിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓൾഡീസ് ഗോൾഡ് 12-ന് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജില്ലാ കലോത്സവം നടത്തുന്നു. സ്നേഹോത്സവം മേയർ EP ലത ഉദ്ഘാടനം ചെയ്യും. സ്നേഹോത്സവം 2019 എന്ന ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം അത് ഈ ശനിയാഴ്ച 12 ജനുവരി നമ്മുടെ സ്വന്തം സ്കൂളായ ഗവൺമെന്റ് മുനിസിപ്പൽ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനദാനം ചെയ്യും. 214 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ചെയർമാൻ കെ സാഹിർ, സെക്രട്ടറി ഇ ബിന്ദു, ട്രഷറർ KP രാജേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, രക്ഷാധികാരി KP സുമ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ൽ സ്ഥാപിതമായ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. 6 ബ്രാഞ്ചുകളിലായി 1100 വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ തുടർ വിദ്യാകേന്ദ്രം, CDTP, PMKVY എന്നീ സ്കീമുകളിലായി 100 കണക്കിന് വിദ്യാർത്ഥികൾ നിരവധിയായ തൊഴിലുകളിൽ ഹ്രസ്വകാല പരിശീലനവും നേടിവരുന്നുണ്ട്. സ്ഥാപനം ദേശീയ അംഗീകാരമായ NBA അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ലായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ 2 ഡ്രായിംഗ് ഹാളുകൾ ഉൾപ്പെട്ട ഇരുനില കെട്ടിടത്തിന്റെയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച മുഖ്യ പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം 11-ാം തീയതി 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ നിർവഹിക്കും. മേയർ EP ലത, PK ശ്രീമതി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് എന്നിവർ പങ്കെടുക്കും. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 4ഓളം പെർമനന്റ് ലെക്ചർമാർ തസ്തികകൾ ഒഴിഞ്ഞു കിടന്നതായി. അത് കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസം മുന്നേ PSC വഴി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് ഇതേപോലെ തന്നെ കുറെ ഒഴിവുകളുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ട നടപടികൾ ഈ സർക്കാർ എടുത്തത്. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും കണ്ണൂർ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ NK സൂരജിനെ ആദരിക്കും. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് കുപ്പം മുക്കൊന്ന് ശ്രീ പയറ്റിയാൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. പുലർച്ചെ ഭാരവൻ ദൈവം, തായ്പര ദേവത, പയറ്റിയാൽ ഭഗവതി, വിഷ്ണുമൂർത്തി, കുണ്ടോർ ചാമുണ്ടി, കുറത്തിയമ്മ, ഗുളികൻ ദൈവം എന്നിവ അരങ്ങേറി. തുടർന്ന് ഭക്തിസാന്ദ്രമായ ആറാടിക്കലോടെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അന്നദാനവും ഉണ്ടായി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പ്രസിദ്ധമായ താവം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ വേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി, ഇളംകോലം, തായ്പര ദേവത തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. സീൽ ന്യൂസ്, ചെറുകുന്ന്. തളിപ്പറമ്പ് വരടൂര് ലക്ഷ്മിനാരായണ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞവും ത്രിദിന മഹോത്സവത്തിനും ആരംഭമായി. തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു.
വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വരടൂൽ മുയ്യം ചെപ്പനൂൽ കേന്ദ്രീകരിച്ചാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. തുടർന്ന് സ്വാമി അമൃതകൃപാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ.വി. വേണുഗോപാൽ ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണ പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചു. നിരവധി പേരാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കാനെത്തിയത്. ചടങ്ങുകൾക്ക് 20-ന് സമാപനമാകും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ണൂരിന്റെ പേര് വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ മലയാളികളുടെ സ്വന്തം ക്ലബ്ബ് ഉദയം ചെയ്യുന്നു. ന്യൂ വിവ കേരള ഫുട്ബോൾ ക്ലബ്ബ് 14-ന് 5 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. 2004 മുതൽ 2012 വരെ ദേശീയ ഫുട്ബോളിൽ മലയാളികളുടെ അഭിമാനമായി നിറഞ്ഞാടിയ വിവ കേരള ഫുട്ബോൾ ക്ലബിന്റെ ചുവട് പിടിച്ച് തികച്ചും പ്രൊഫഷണൽ സമീപനവുമായി ആരംഭിക്കുന്ന ന്യൂ വിവ കേരള ആദ്യ വർഷങ്ങളിൽ അക്കാദമിയും തുടർ വർഷങ്ങളിൽ സീനിയർ ടീം രൂപീകരണവും ലക്ഷ്യം വയ്ക്കുന്നു. ന്യൂ വിവ കേരളയുടെ ചെയർമാൻ ഹാരിസ് മൂപ്പന്റകത്താണ്. കിടക്ക നിർമ്മാതാക്കളായ ഷെർലോൺ സ്ലിപ്പ് കെയർ ആണ് ന്യൂ വിവ കേരള ഫുട്ബോൾ അക്കാദമിയുടെ ടൈറ്റിൽ സ്പോൺസർ. മുൻ ഇന്ത്യൻ കോച്ച് എ.എം. ശ്രീധരൻ ടെക്നിക്കൽ ഡയറക്ടറും ഇന്ത്യൻ ഇന്റർനാഷണൽ എൻ.വി. പ്രദീപ് അക്കാദമി ഡയറക്ടറുമാണ്. മുൻ വിവ കേരള ചിരാഗ് യുണൈറ്റഡ് മാനേജർ കെ. പ്രശാന്തനാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മുൻ കെൽട്രോൺ താരങ്ങൾ കെ. ദിലീഷ്, എം. മോഹനൻ എന്നിവരാണ് മാനേജർമാർ. തുടക്കത്തിൽ അണ്ടർ 10, അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17 പ്രായപരിധിയിലുള്ളവർക്ക് പരിശീലനം നൽകും. കണ്ണൂർ ആസ്ഥാനമാവുന്ന അക്കാദമി ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ലോഗോയിലും പേരിലും ചെറിയ മാറ്റങ്ങളോടെ പുതിയ വിവ കേരള, അതായത് ന്യൂ വിവ കേരള ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞിട്ടാണ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആദ്യം, അതായത് AFCയിലെ ക്രൈറ്റീരിയ പ്രകാരമുള്ള ഒരു ആദ്യം അക്കാദമിയായിട്ടും അടുത്ത വർഷങ്ങളിൽ ക്ലബ്ബ് രൂപീകരണമാണ് ആലോചിക്കുന്നത്. ഈ അക്കാദമിയിലേക്കുള്ള കുട്ടികളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ തിങ്കളാഴ്ച 14-ന് സ്പോർട്സ് മിനിസ്റ്റർ, വ്യവസായ സ്പോർട്സ് മിനിസ്റ്റർ ഇ.പി. ജയരാജൻ സാറ് സ്റ്റേഡിയത്തിനകത്ത് വെച്ചിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കും. അക്കാദമിയിലെ അണ്ടർ 17 പ്രായപരിധിയിലെ മികച്ചവരെയും കണ്ണൂരിലെയും മറ്റു ജില്ലകളിലെയും മികച്ച കളിക്കാരെയും ഉൾപ്പെടുത്തി ഐ ലീഗ് ലക്ഷ്യമിട്ട് സീനിയർ ടീം രൂപീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. ആലക്കോട് അരങ്ങം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല സെവൻസ് ഫുട്ബോൾ മേള സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സന്തോഷ് പരിയാരത്തെ പരാജയപ്പെടുത്തി അൾട്രാസ് ഒതയാർക്കം മാട്ടൂൽ ജേതാക്കളായി. അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്ര മൈതാനിയിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലായി നടന്ന വാശിയേറിയ മത്സരത്തിൽ പ്രമുഖരായ 8ഓളം ടീമുകൾ മാറ്റുരച്ചു. ഫൈനൽ മത്സരം കാണാൻ 100 കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് ക്ഷേത്ര മൈതാനിയിലെത്തിയത്. കുഞ്ഞിമംഗലവൻ മനോജ് മെമ്മോറിയൽ ട്രോഫിയും 10,001 രൂപയുമായിരുന്നു ഒന്നാം സമ്മാനം. മണ്ഡപത്തിൽ ബിബിൻ തോമസ് മെമ്മോറിയൽ ട്രോഫിയും 7,001 രൂപയും രണ്ടാം സമ്മാനമായി നൽകി. ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ, മാൻ ഓഫ് ദ ഫൈനൽ, ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നിവർക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. CPM ആലക്കോട് ഏരിയ സെക്രട്ടറി P.V. ബാബുരാജ് സമ്മാനദാനം നിർവഹിച്ചു. K.G. രാമചന്ദ്രൻ, P.D. രാധാകൃഷ്ണൻ, K.V. ബിനോജ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 48 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ട്രെയിനുകൾ തടഞ്ഞ കേസിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. കണ്ണൂരിൽ കേസെടുത്തത് 960 പേർക്കെതിരെ. കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയുടെ ഒരു ഭാഗം തകർന്നു. തകർന്ന ഭാഗം കയർ കെട്ടി നിർത്തിയ നിലയിൽ. ചരിത്ര സ്മാരകമായ കണ്ണൂർ കോട്ടയോട് അവഗണന. തലശ്ശേരി IS തീവ്രവാദ കേസിൽ അറസ്റ്റിലായ അറബി ഹംസയ്ക്ക് 6 മണിക്കൂർ പരോൾ. പരോൾ അനുവദിച്ചത് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ. മാട്ടൂൽ തെക്കുംപാട് പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. കൃഷിഭൂമി ഉൾപ്പെടെ നശിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.
നമസ്കാരം.